എന്താണത്? ഹായ്. രാവിലെ ചോറൊക്കെ അടുപ്പത്തിട്ടു കേട്ടോ. രാവിലെ ഇന്ന് ചായക്ക് കടി സേമിയ ഉപ്പുമാവായിരുന്നു കേട്ടോ ചായയും. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അരി അടുപ്പത്തിട്ടിരിക്കുകയാണ്. പിന്നെ എന്താ, അമ്മയ്ക്ക് പണിയുണ്ട്. അമ്മയ്ക്ക് തൊഴിലുറപ്പാണ്. അപ്പൊ അമ്മ അങ്ങനെ തൊഴിലുറപ്പിന് പോയിക്കാൻ ഇപ്പൊ 10 മണിക്ക് വരും കേട്ടോ. ഇപ്പൊ എന്തായാലും ചായ രാവിലെ അമ്മ പാവം കുടിക്കാതെ പോയി. രാവിലെ വെള്ളമില്ലാത്തതുകൊണ്ട് പൈപ്പിൽ വെള്ളമില്ലാണ്ട് ഞങ്ങൾ രാവിലെ ഇത്തിരി ഇടങ്ങാറായിട്ടോ. അപ്പൊ ഇനി ഞാൻ രാവിലെ പാത്രം കഴുകലും പിന്നെ നമ്മുടെ ചുമര് നനയ്ക്കലും ബാത്റൂമിന്റെ ചുമര് കെട്ടിയിട്ടുണ്ട് കുറച്ച്. ഇന്നലെ ഇളയച്ചൻ വന്നിട്ട് കേട്ടോ. അപ്പോൾ അത് നനയ്ക്കലും എല്ലാം കൂടി ആയിട്ട് രാവിലെ ഒരു തിരക്കായിരുന്നു. പിന്നെ അമ്മയ്ക്ക് കഴിക്കാൻ സമയം കിട്ടിയില്ല. പിന്നെ 10 മണിയാകുമ്പോഴത്തേന് വരുമല്ലോ, ഇവിടെ അടുത്ത് തന്നെയാണല്ലോ. ചായ മാത്രം കുടിച്ചിട്ട് പോയി. അപ്പൊ ഞാൻ വേഗം അരി അടുപ്പത്തിട്ട് ഇനി കുഞ്ഞാറ്റയ്ക്കാണെങ്കിൽ 2 ദിവസമായിട്ട് വയറിന് സുഖമില്ല. കുഞ്ഞാറ്റ അവിടെ കളിക്കണുണ്ട് കേട്ടോ. ഞാൻ അരി അടുപ്പത്തിട്ട് കേട്ടോ. ഞാൻ അരി ഒന്ന് വന്ന് വരുമ്പോഴത്തേന് കുറച്ച് ശകലം കൂടി ഒരു 5-6 ചായ കുടിച്ച പാത്രം കൂടി ഉണ്ട് കഴുകി വെക്കാൻ. അതുകൊണ്ട് കഴുകി വെച്ച പണി ഒഴുങ്ങി. പിന്നെ മുറ്റാണെങ്കിൽ അടിക്കാൻ പറ്റില്ല. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാറ്റ് ഭയങ്കര കാറ്റാ, ഒരു രക്ഷയില്ല കേട്ടോ. വൈകിട്ടാണെങ്കിലും രാവിലെ ആണെങ്കിലും മുറ്റടിച്ചിട്ട് ഒരു കാര്യമില്ല കേട്ടോ. അതുകൊണ്ട് മുറ്റടി അറിയണത് ഇപ്പൊ 2 ദിവസമായിട്ടില്ല. എന്നാലും അമ്മ രാവിലെ ഒക്കെ ഒന്ന് തോണ്ടിയിട്ട് കൂട്ടോ ചപ്പൊക്കെ കളയും. വീണ്ടും സെക്കൻഡ് നേരം കൊണ്ട് അതേപോലെ വന്ന് ചപ്പ് നിറഞ്ഞിട്ടുണ്ടാവും കേട്ടോ. അപ്പൊ ഇന്ന് മുറ്റടിച്ചിട്ടില്ല. ഇനിയിപ്പോ ഇന്ന് മുറ്റടിക്കണം. ഇനിയിപ്പോ പാത്രം ശകലം ചായ കുടിച്ച പാത്രം കൂടി ഒന്ന് കഴുകി വെച്ച പണി ഒരുങ്ങി. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉപ്പേരി വെക്കണം. പിന്നെ ഇന്നലെ വെച്ച മീൻ കറിയൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കൂട്ടി ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് ചുമര് പണി എന്തായി എന്നൊക്കെ ഒന്ന് പോയി നോക്കിയാലോ. ഇതാ കുഞ്ഞാറ്റേട്ടോ ഇവിടെ കളിച്ചോണ്ടിരിക്കുക ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട്. അതേ തന്നെ കൊണ്ടുവരേണ്ടി വരും. ലൈൻ കമ്പിയാരനാണ്, അത് വെട്ടാനൊരു പേടി മടി. എന്താണ് അമ്മ ഞാൻ ഇങ്ങനെ എന്നെ ആശുപത്രി അഞ്ചോളം നിക്കണ ക്ലിനിക്കിൽ കൂടെ കയറിയിട്ട് കാര്യമില്ല. പഠിച്ച ഒരു കാര്യായി. കുഞ്ഞാറ്റേ മണ്ണ് കളിക്കണ്ടോ? ആ എന്ത് പുല്ല് പറിക്കേ? ആ നമ്മുടെ കുട്ടി നീക്ക അവിടെന്ന് പുഴുണ്ടാവും. ഈ അമ്മമ്മയും കൂടി പോയിട്ട് മാമുണ്ടാ? എന്താ വേണ്ടാത്ത്? അപ്പൊ പറക്കല്ലേ? ഇപ്പൊ അങ്ങോട്ട് കുളിച്ചുള്ളൂ. മണ്ണിട്ട് ഫില്ലാക്കണം. അതാണ് ഇപ്പൊ നമ്മുടെ ഏറ്റവും വലിയ ടാസ്കില്ലേ. കേട്ടോ പകുതി ഒരു 3 വരി കട്ടയൊക്കെ വെച്ചു കിട്ടോ. ഇന്നലെ ഇളയച്ചൻ വന്നിട്ട് രാത്രി അവൻ പാവം പണിയൊക്കെ മാറ്റി വന്ന് പിന്നെ 2 ആളും കൂടി വന്നിട്ടാണ് പിന്നെ ഇവിടെ വെച്ചത് കേട്ടോ. കുറച്ച് കട്ട വെച്ചിട്ട് പോവാലോ വെച്ചിട്ടേ. പിന്നെ ഒരു 9 മണിയൊക്കെ ആകുമ്പോൾ പോവുകയും ചെയ്യും അവര്. കുട്ടികൾക്ക് സ്കൂളൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ ഒരു 3 വരി കട്ട വെച്ചു. അപ്പോൾ രാവിലെ നനയ്ക്കലൊക്കെ ആയിട്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ. അങ്ങനെ ചുമര് പണി ഇത്ര ആയിട്ടോ. രാത്രി വന്ന് പണിയെടുത്തോണ്ടേ ഇന്നലെ വീഡിയോ എടുത്തതൊന്നും ക്ലിയർ ഉണ്ടാവില്ല. ഞങ്ങൾ കണ്ടതല്ലേ. കുഞ്ഞാറ്റൻ്റെ പിന്നാലെ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ബാത്റൂമിൻ്റെ ചുമര് 2-3 വരി കെട്ടി. ഒന്ന് വേഗം ഒന്ന് റെഡി ആയിട്ടുണ്ടെങ്കിൽ
അപ്പം എല്ലാം ഒന്ന് ശരിയാവാനും ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് വിചാരിക്കുന്ന പോലെ വേണ്ടേ. അപ്പോൾ ഒന്ന് ശരിയായി കിട്ടാൻ വേഗം എന്ന് പറഞ്ഞിട്ടേ. ഇതൊക്കെയാണ് അപ്പോൾ നമ്മുടെ ബാത്റൂമിൻ്റെ പണി പകുതിയായിട്ട് ഇങ്ങനെ വരുന്നുള്ളൂ കേട്ടോ. ഇപ്പോൾ ബാക്കി പരിപാടികളൊക്കെ നോക്കട്ടെ, പോയിട്ട് മുറ്റടിക്കട്ടെ കേട്ടോ. സമയമൊക്കെ കുറച്ചായി, എന്നാലും കാറ്റിപ്പോൾ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെയൊക്കെ നല്ല കാറ്റ് തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ എന്തായാലും ഒന്ന് പോട്ടെ. ഇവിടെ മേപ്പിട്ട് നോക്കണേ, എന്താ അറിയോ, തെങ്ങുണ്ട് കേട്ടോ. തെങ്ങ് കണ്ടോ? അപ്പോൾ തേങ്ങ ഉണങ്ങി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനിനി തേങ്ങ എങ്ങാനും വീടാലും എന്ന് വിചാരിച്ചിട്ട്, തേങ്ങ ഉണങ്ങി നിൽക്കണോണ്ടേ ഇടാനൊന്നും ഒരാളെ വിളിച്ചാൽ കിട്ടാനില്ല. തെങ്ങ് ഉയരം കൂടുതലൊക്കെ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തേങ്ങ നമുക്ക് എപ്പോഴെങ്കിലും വീഴുമ്പോഴൊക്കെ പെറുക്കിയിട്ടൊക്കെ ഉപയോഗിക്കാൻ തന്നെ കിട്ടുള്ളൂ. എന്താ പറഞ്ഞ കാട്ടിന് വേണ്ടേ, ആ കപ്പിണ്ട് അതിന്. ആ പുല്ല് പറിക്കണ്ട, വാ നീ നടക്കുന്ന. അതാ കണ്ണിക്ക് കണ്ടോ, ഇതാണ് അവളുടെ സ്വഭാവം കേട്ടോ. നടക്ക്, ഒച്ച എടുത്തിട്ടൊന്നും കാര്യമില്ല. തെറ്റട്ടെ, അങ്ങോട്ട് തെറ്റിട്ടെ, ഞാൻ അമ്മ തെറ്റട്ടെ? അമ്മ തെറ്റട്ടെ കുഞ്ഞാറ്റെ? തെറ്റി കുഞ്ഞാറ്റെ. നമ്മുടെ കുട്ടി വീഴരുതിട്ടോ അവിടുന്ന്. ആ നമ്മുടെ കുട്ടിയുടെ ഞൂഞ്ഞൂനെ കൊണ്ട് അങ്ങോട്ട് പൊക്കോ ചാച്ചി ഉറങ്ങാന് കേട്ടോ. നമ്മുടെ കുട്ടീനെ കൊണ്ട് അങ്ങോട്ട് പൊക്കോ. അമ്മ ഇപ്പൊ വരാം. അമ്മ ഈ പാത്രം കഴുകി വെക്കട്ടെ. എന്തെങ്ങനെ കുഞ്ഞാറ്റെ? ഇവളിങ്ങനെ തന്നെ കേട്ടോ, ഒരു പണി എടുക്കാൻ നമ്മളെ സമ്മതിക്കില്ല. എങ്ങനെ അവളെന്താ ചെയ്യുന്ന അവള് പിന്നാലെ നടക്കണം. ഇപ്പൊ അവളവിടെ പോയിട്ട് കളിക്കാന് ചാച്ചി ഉറങ്ങണം. ചാച്ചി ഉറങ്ങി കളിക്കാനത്രേ. അപ്പൊ നമ്മള് കൂടെ പോണം. അത് അങ്ങോട്ടൊക്കെ ബോബോ വന്നിട്ടുണ്ടോ? ബോബോ വന്നിട്ടുണ്ടോ? കണ്ടോ എന്റെ കരച്ചിൽ ഇട്ടിട്ട് വന്നിക്ക അപ്പഴേ. ഓ അമ്മ ഇപ്പൊ വരെ. അമ്മ ഈ പാത്രം കഴുകി വെക്കട്ടെ കേട്ടോ. നീ അലക്കാനൊക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ അലക്കാന് നമുക്ക് ആ പുറകിൽ തന്നെ പോണം. ഓ നമ്മുടെ കുട്ടി എന്തെങ്ങനെ വാശി പിടിക്കണത്? എന്തെങ്ങനെ ഈ അപ്പിക്കുട്ടിയാട്ടോ. ഇതാണ്ടോ ഈ ആന്റിമാര് കാണുന്നവരൊക്കെ പറയും കുഞ്ഞാറ്റ അപ്പിക്കുട്ടിയാ പറയും. കണ്ടോ കണ്ടോ അപ്പിക്കുട്ടി. അത് അവള് കരയാട്ടോ. അവള് കരയാണ് കണ്ടോ. എത്തി നോക്കണുണ്ട് കേട്ടോ, കാണില്ല അവൾക്ക് ക്യാമറ. എനിക്ക് ഇപ്പൊ തന്നെ വാവാവോ. ഇപ്പാണ് നീച്ചിട്ടുള്ളൂ നമ്മുടെ കുട്ടി. ഇനി അവള് ചാച്ചി ഉറങ്ങാൻ വേണ്ടിട്ട് വാശി പിടിക്കട്ടോ. വെറുതെ അവിടെ പോയിട്ട് നമ്മൾ ആട്ടിയും കൊണ്ട് നിൽക്കുക, നമ്മുടെ ടൈം കളയാൻ വേണ്ടി. രാവിലെ പല്ല് വെച്ചിട്ട് അവളെ ബ്രഷ് ഇവിടെ കൊണ്ടുവന്ന് വെച്ചതാട്ടോ. നീ പോയോക്കട്ടെ കേട്ടോ. ഇനി അവിടെ കുറച്ചു നേരം നമ്മളിങ്ങനെ പോസ്റ്റ് അടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കേണ്ടി വരും.